നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ട് വരാം. തിരുവനന്തപുരത്ത് യുവ ഡോക്ടറുടെ ജീവനെടുത്തത് സ്ത്രീധനമോ? ഭീമമായ സ്വർണവും സ്വത്തും ആവശ്യപ്പെട്ടുവെന്ന് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത് പോലീസ്. യുവതിയുടെ വീട് സന്ദർശിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അവൻ എന്തായാലും വിവാഹാലോചന നടക്കുന്ന സമയത്ത് സ്വർണവും പണവും ആവശ്യപ്പെട്ടു, സ്വത്തും ആവശ്യപ്പെട്ടു എന്നുള്ളത് ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്വർണം ചോദിച്ച്, സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ വിവാഹം കഴിക്കില്ല എന്ന് പറയാനുള്ള ആർജവമുള്ള മനസ്സാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ളത്. പറയാനുള്ളത് രാജ്ഭവനിലെത്തി പറയാൻ മുഖ്യമന്ത്രിയോട് ഗവർണർ. മാധ്യമങ്ങളിലൂടെയല്ല തന്നോട് സംസാരിക്കേണ്ടത്. സമ്മർദ്ദം ചെലുത്തിയത് ശരിയായിരുന്നില്ല എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. SFIയുടെ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. മിശ്ര വിവാഹത്തിനെതിരെ സമസ്ത. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്ര വിവാഹം നടത്താൻ ശ്രമമെന്ന് നാസർ ഫൈസി കൂടത്തായി. പിന്നിൽ CPM DYFI ശ്രമമെന്നും വിമർശനം. മഹല്ല് കമ്മിറ്റികൾ ജാഗ്രത പാലിക്കണമെന്ന ആവശ്യം. ലവ് ജിഹാദ് ആരോപണത്തിന്റെ തനിപ്പകർപ്പെന്ന് SFI. ജിയോ ബേബിയെ ഫറൂഖ് കോളേജിലേക്ക് ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു. പരിപാടി അവസാന നിമിഷം ഒഴിവാക്കി. വിദ്യാർത്ഥി യൂണിയൻ നിസ്സഹകരിച്ചുവെന്ന് കോളേജ് അധികൃതർ. ഫിലിം ക്ലബ് കോർഡിനേറ്റർ രാജിവെച്ചു. പരിപാടി ഒഴിവാക്കിയതിന് പിന്നിൽ സിനിമയെ ഭയക്കുന്നവരെന്ന ജിയോ ന്യൂസ് 18നോട്. പരിപാടി വേണ്ടെന്ന് വെക്കുന്നത് കോളേജിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. കാരണം കുട്ടികളല്ല, ഈ യൂണിയൻ അതുമായിട്ട് സഹകരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു ഉത്തരം ഇതുവരെ കിട്ടുന്നില്ല. അല്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പരിപാടിയുടെ പോസ്റ്ററൊക്കെ പ്രചരിപ്പിച്ചതിന് ശേഷം, ഞാനോട് ഉൾപ്പെടെയുള്ള മനുഷ്യർ പ്രചരിപ്പിച്ച ശേഷം, പരിപാടി തുടങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഇത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ പരിപാടിയാണ് മാറ്റിയത്. താങ്കളെ ഈ പരിപാടി വരുന്നതാണ് പരിപാടി മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP MPമാർ രാജിവെച്ചു. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടനെന്ന് സൂചന. ഗോമൂത്ര പരാമർശത്തിൽ ലോക്സഭയിൽ ഖേദം പ്രകടിപ്പിച്ച് MP സെന്തിൽകുമാർ. മിസോറാമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച. മഴ ദുരിതം മാറാതെ ചെന്നൈ. പലയിടങ്ങളിലും വെള്ളക്കെട്ട്. പ്രധാനമന്ത്രിക്ക് കത്തയച്ച MK സ്റ്റാലിൻ. 5000 കോടിയുടെ സഹായം വേണമെന്ന ആവശ്യം. മിഗ്ജോമിന്റെ ശക്തി കുറഞ്ഞു. വാർത്തയിലേക്ക്. മിസോറാമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച. സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് നേതാവ് ലാൽ ദുഹോമ മുഖ്യമന്ത്രിയാകും. സൊറാം പീപ്പിൾസ് മൂവ്മെന്റിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കുകയായിരുന്നു. ഗവർണറെ പാർട്ടി നേതാക്കൾ രാജ്ഭവനിലെത്തി നേരിട്ട് കണ്ടു. നവംബർ 7 നടന്ന തെരഞ്ഞെടുപ്പിൽ സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് കേവല ഭൂരിപക്ഷം നേടിയിരുന്നു. മിസോറാമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസോ MNFോ അല്ലാത്ത ഒരു പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് യുവ ഡോക്ടറുടെ ആത്മഹത്യയിൽ വിശദ അന്വേഷണത്തിന് പോലീസ്. മരണകാരണം സ്ത്രീധനമാണോ എന്നതിലാണ് പരിശോധന. സുഹൃത്തിന്റെ കുടുംബം വൻതുക സ്ത്രീധനം ചോദിച്ചതാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പരിശോധിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്. ആത്മഹത്യ ചെയ്ത ഷെഹനയുടെ കുടുംബത്തിന്റെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തും. അമ്മയുടെയും ഒപ്പം സഹോദരന്റെയും മൊഴിയെടുത്ത ശേഷം കൂടുതൽ അന്വേഷണത്തിന് ഉള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും ഈ മരണകാരണം സ്ത്രീധനമാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമായി ഉയർന്നു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നൈറ്റ് ഷിഫ്റ്റിൽ ഡ്യൂട്ടി ഉണ്ടായിട്ടും ഷഹന ഡ്യൂട്ടിക്ക് പോകാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷഹനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ആ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്, വാപ്പ പോയി, തനിക്ക് ആശ്രയമില്ലാതായി, ഒരുപാട് സ്ത്രീധനം നൽകാൻ
തരാൻ തനിക്ക് ആരുമില്ല, സ്നേഹബന്ധത്തിന് ഈ ഭൂമിയിൽ വിലയില്ല, എല്ലാം പണത്തിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം കുടുംബത്തിനും ആ രീതിയിലുള്ള ഒരു പരാതിയുണ്ട്. പക്ഷേ രേഖാമൂലം ഒരു പരാതി ഇതുവരെ കുടുംബം നൽകിയിട്ടില്ല. എങ്കിൽ പോലും ഇതിൽ എന്താണ് സംഭവിച്ചത്, അന്ന് ഷെഹനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായി അറിയണമെന്നുള്ളൊരു താല്പര്യം കുടുംബത്തിനുമുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ ആത്മഹത്യാ കുറിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് പോലീസ് മുതിരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൂടി ഒരു ഇടപെടൽ വരികയാണ്. ഈ ഡോക്ടറുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധനമാണെന്ന ആരോപണമുണ്ടായ സാഹചര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഉടൻ കൈമാറണമെന്നാണ് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി വിശദമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അനസ്തേഷ്യയുടെ ഓവർഡോസ് ആണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അതിനുശേഷം പിന്നീട്, അതായത് ഡ്യൂട്ടിയിൽ ഉണ്ടായിട്ടും നേരത്തെയും ഷെഹനയ്ക്ക് ഡിപ്രഷൻ അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഡ്യൂട്ടി ഷിഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടും ഷെഹന അന്ന് എത്താതിരുന്നത് എന്തുകൊണ്ടാണ്, അന്ന് രാത്രി എന്താണ് ഷെഹനയ്ക്ക് സംഭവിച്ചത്, കൂടുതൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? കാരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു പ്രണയമുണ്ടായിരുന്നു, അത് വിവാഹാലോചനയിലേക്ക് കടക്കുന്നു, അവിടെ സ്ത്രീധനം ആവശ്യപ്പെട്ട ആ യുവാവിന്റെ കുടുംബം രംഗത്തെത്തുന്നു. അതിനുശേഷം സ്ത്രീധനം നൽകാമെന്ന് ഷെഹനയുടെ കുടുംബം പറയുന്നുണ്ടെങ്കിലും കൂടുതൽ സ്ത്രീധനം വേണമെന്ന് ഈ യുവാവ് ആവശ്യപ്പെട്ടതായുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ ആത്മഹത്യാ കുറിപ്പിൽ ഈ സ്ത്രീധനം എന്നുള്ള ഒരു വാക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ പോലീസ് വിശദമായി ഈ കേസ് അന്വേഷിക്കും. ഐശ്വര്യ റിപ്പോർട്ടാണ് കണ്ടത്. യുവ ഡോക്ടർ ആത്മഹത്യയുടെ കാരണം വിവാഹത്തിൽ നിന്ന് സുഹൃത്ത് പിന്മാറിയതിനാൽ ആണ് എന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ട കൂടുതൽ സ്ത്രീധനം നൽകാത്തതിനെ തുടർന്നാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. 75 പവനും സ്വത്തും സ്ത്രീധനമായി ആവശ്യപ്പെട്ടുവെന്ന് കുടുംബം കമ്മീഷനോട് പറഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിവാഹാലോചന നടക്കുന്ന സമയത്ത് തന്നെ ഇത്ര സ്വർണം വേണം എന്നുള്ള രൂപത്തിലുള്ള ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവന് പണം മതി എന്നുള്ള ആ പണത്തിനെ മാത്രമാണ് ആഗ്രഹിച്ചത് എന്ന് പോയി ഇവനെ ഇഷ്ടപ്പെട്ടു പോയതിലുള്ള ഒരു വിഷമം ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് തോന്നുന്നത്. വിവാഹാലോചന നടക്കുന്ന സമയത്ത് തന്നെ എതിർക്കാൻ, അത്തരത്തിൽ സ്വർണം ചോദിച്ച് സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ വിവാഹം കഴിക്കില്ല എന്ന് പറയാനുള്ള ആർജവമുള്ള മനസ്സാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ളത്. ഡോക്ടർമാരിലും ആത്മഹത്യാ പ്രവണത കൂടുകയാണ്. ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളുമായി 11 പേരാണ് ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. മാനസികാരോഗ്യത്തെക്കുറിച്ചും ഡിപ്രഷനെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കാറുണ്ട് നമ്മൾ. ആ ഘട്ടത്തിൽ നമുക്ക് കൈത്താങ്ങാകുന്ന ഡോക്ടർമാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വർദ്ധിച്ചു വരുന്ന ഡോക്ടർമാരുടെ ആത്മഹത്യാ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2023 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുപ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് 64 ഡോക്ടർമാരും 55 PG ഡോക്ടർമാരും ആത്മഹത്യ ചെയ്തു. 100 കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനം നിർത്തുന്നു. സംസ്ഥാനത്ത് ഈ വർഷം മാത്രം ആത്മഹത്യ ചെയ്ത 11 ഡോക്ടർമാർ. ആരുമറിയാത്ത, ഒരു കണക്കിലും പെടാത്ത എത്രയോ ആത്മഹത്യാ ശ്രമങ്ങൾ. സാധാരണക്കാരുടെ ശാരീരിക മാനസികാരോഗ്യത്തിന് കാവലാകുന്ന ഡോക്ടർമാർക്ക് എന്താണ് സംഭവിക്കുന്നത്? കടുത്ത ജോലി സമ്മർദ്ദം, അവരുടെ വർക്ക് പാറ്റേണിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഓഫില്ലാതിരിക്കുക, നൈറ്റ് ഡ്യൂട്ടി തുടർച്ചയായിട്ട് ഡ്യൂട്ടി എടുക്കേണ്ടി വരിക, അതുപോലെയുള്ള രോഗികളുമായിട്ട് ഇടപെടുമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നേരിടുവാനുള്ള മനക്കരുത്ത് ഇല്ലാത്ത തരത്തിൽ മെഡിക്കൽ ഡോക്ടർമാർ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഡോക്ടർമാരുടെ മാനസികാരോഗ്യം നിലനിർത്തണമെന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം സമൂഹത്തിന്റെ പിന്തുണയും ഉണ്ടാകണം. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. ബില്ലുകളുടെയും ഓർഡിനൻസിന്റെയും അടിയന്തര സാഹചര്യം തന്നെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മാധ്യമങ്ങൾ വഴിയല്ല തന്നോട് സംസാരിക്കേണ്ടത്. കണ്ണൂർ VC നിയമനത്തിൽ തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയത് ശരിയായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു. Or any ordinance, if they want me to act with urgency, then they should come. I am inviting them, come to Rajbhavan. Including dates, I have got all the record. 9 times the OSD and legal consultant of the Chief Minister have visited Rajbhavan. And earlier, first I totally rejected it. Then they brought the opinion of the Advocate General.
And I have admitted it so many times before you that I succumbed to the pressure because of the opinion of the Advocate General. ഗവർണറുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മിശ്ര വിവാഹത്തിനെതിരെ സംസ്ഥാന നേതാവ് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്ര വിവാഹം നടത്താൻ CPM-ഉം DYFI-യും ശ്രമിക്കുന്നുവെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. ഹിന്ദു മുസ്ലിം വിവാഹം നടന്നാൽ മതേതരത്വമായെന്ന് അവർ കരുതുന്നു. ഇതിനെതിരെ മഹല്ല് കമ്മിറ്റികൾ ജാഗ്രത പാലിക്കണമെന്നും SFI സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. വ്യക്തമായി പറഞ്ഞാൽ ക്യാമ്പസുകൾ വഴി മതനിരാസം വളർത്തുന്ന SFI പോലുള്ള സംഘടനകൾ മഹല്ലുകളിലേക്ക് സമൂഹത്തെ ദുരവ്യാപകമായ വിപത്തിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാലേ ഭാരതീയ സംസ്കാരമാകൂ, മതനിരപേക്ഷതയാകൂ, മതേതരത്വമാകൂ എന്ന ചിലരുടെ കുടില തന്ത്രം സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും RSS റിക്രൂട്ട്മെന്റ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന്റെയും സംഘപരിവാറിന്റെയും കോമരങ്ങളായവരാണ് കോടതികളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന ജുഡീഷ്യറിയുടെ മഹിമ എല്ലാ കാലവും നിലനിൽക്കില്ല. ഇങ്ങനെയുള്ള അപകടങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുവെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. സംഘപരിവാർ വിഭാഗത്തിന്റെയും കോമരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എടുക്കുകയാണ്. എത്ര കൊല്ലം ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ജുഡീഷ്യറിയുടെ ആ മഹിമ നിലനിൽക്കും? ഒരു സംശയവും വേണ്ട, നിലനിൽക്കില്ല. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സംവിധായകൻ ജിയോ ബേബിയെ കോഴിക്കോട് ഫറൂഖ് കോളേജ് അപമാനിച്ചു. ഫിലിം ക്ലബിന്റെ പരിപാടിക്ക് ക്ഷണിച്ചു വരുത്തി അവസാന നിമിഷം പരിപാടി ഒഴിവാക്കുകയായിരുന്നു. ഫറൂഖ് കോളേജ് ഫിലിം ക്ലബ് കോർഡിനേറ്ററായ അധ്യാപകൻ സ്ഥാനമൊഴിയുകയും ചെയ്തു. സംവിധായകൻ ജിയോ ബേബിയെ ക്ഷണിച്ച പരിപാടി റദ്ദാക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് രാജി. തങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമാ പ്രവർത്തനത്തിനോ ആസ്വാദനത്തിനോ ക്യാമ്പസ് വളർന്നിട്ടില്ല എന്നത് സങ്കടകരമാണെന്ന് അധ്യാപകൻ മൻസൂർ അലി രാജിക്കത്തിൽ പറയുന്നു. തന്റെ സിനിമകളോടുള്ള മതനേതൃത്വങ്ങളുടെ ഭയമാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ പരിപാടി ഒഴിവാക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന് സംവിധായകൻ ജിയോ ബേബി ന്യൂസ് 18നോട് പറഞ്ഞു. വിദ്യാർത്ഥികളോ വിദ്യാർത്ഥി യൂണിയനോ തന്റെ ധാർമ്മിക മൂല്യങ്ങളെ എതിർക്കുന്നില്ല. പരിപാടി റദ്ദാക്കാൻ മാനേജ്മെന്റിനും വിദ്യാർത്ഥി സംഘടനകൾക്കും മേൽ സമ്മർദ്ദമുണ്ടായി. ചില മതസംഘടനകൾ കാതൽ എന്ന സിനിമയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. സിനിമയ്ക്കെതിരെ മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂസ് 18നോട് വ്യക്തമാക്കി. ടോം കുര്യാക്കോസിന്റെ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഫിലിം ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിനായി സംവിധായകൻ ജിയോ ബേബിയെ കോളേജ് അധികൃതർ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ അവിടെ എത്തുകയും അതിന് തൊട്ടു പിന്നാലെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയതായി അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സംവിധായകൻ ജിയോ ബേബി തന്നെ പറയും. താങ്കളെ ഔദ്യോഗികമായി തന്നെ കോളേജ് യൂണിയന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കോളേജ് ക്ഷണിച്ചത്. അതാ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനം, തുടർന്ന് കുട്ടികളുമായിട്ടുള്ള ഒരു ചർച്ച, അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. കോർഡിനേറ്റേഴ്സാണ് വിളിച്ചത്, കോളേജ് അധ്യാപകർ തന്നെയാണ്. ഞാൻ കോഴിക്കോട് എത്തി. നമുക്ക് കോഴിക്കോടേക്ക് എത്തണമെങ്കിൽ അറിയാലോ, നമ്മൾ തലേ ദിവസം യാത്ര തുടങ്ങണം. അപ്പോൾ അങ്ങനെ എത്തി. അതിനുശേഷമാണ് അറിയുന്നത് ഇത് മാറ്റിവെച്ചു. അത് ഈ കോർഡിനേറ്റ് ചെയ്ത മനുഷ്യർ വളരെ വിഷമത്തോടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് കാരണം, എന്താ കാരണം? മാനേജ്മെൻറ്റ് പറ്റില്ല എന്ന് പറയുന്നു. അതിനൊരു കാരണം അവർക്കും പറയാൻ പറ്റുന്നില്ല, അവർക്കും അറിയില്ല ഇത് പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കോളേജിലെ പ്രിൻസിപ്പൾക്ക് ഒരു മെയിൽ അയക്കുന്നു. പ്രിൻസിപ്പളിൻ്റെ വാട്സപ്പ് നമ്പർ സംഘടിപ്പിച്ച് അതിലോട്ട് മെസ്സേജ് അയക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് എനിക്കറിയണം. എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകുന്നുണ്ട്, ഞാൻ അപമാനിക്കപ്പെടുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഉത്തരം എനിക്കറിയണം. പക്ഷേ അതിനൊന്നും മറുപടിയില്ല. ഇന്നലെ അയച്ച മെയിലാണ്, ഇന്ന് രാവിലെ മറുപടിയില്ല. വാട്സപ്പിൽ ഇന്നലെ അയച്ചാണ്. ഇന്ന് 5-ാം തീയതി ഉച്ചയ്ക്ക് അയച്ചു, ഇന്നിപ്പോൾ 6-ാം തീയതി 4 മണിയായി. ഇപ്പോൾ പോലും നമുക്കൊരു മറുപടിയില്ല.
തുടർന്ന് ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒരു പ്രസ്താവന പോലെ ഒരു കത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി. എനിക്ക് ആ ടൈസല്ല, എനിക്കത് സർക്കുലേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് കിട്ടിയതാണ്. അപ്പോൾ അതിൽ പറയുന്നത് ജിയോ ബേബിയുടെ ധാർമ്മിക മൂല്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല യൂണിയന്, അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയായിട്ട് സഹകരിക്കുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് താങ്കളുടെ സിനിമയാണോ താങ്കളുടെ നിലപാടുകളാണോ പ്രശ്നം? മിക്കവാറും സിനിമ തന്നെയായിരിക്കും പ്രശ്നം. അപ്പോൾ നമ്മുടെ നിലപാടും ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ സിനിമയിലൂടെ വരിക, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഭയക്കുന്ന ആരോ, അത് കുട്ടികളാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സിനിമയോ ഒരു സിനിമക്കാരനെയോ പേടിച്ചിട്ടാണ് ഒരു കോളേജിൽ ഉദ്ഘാടനം ചെയ്യാതെ എന്നെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ പേടി എന്നത് ഇവരുടെ ഏത് ലെവൽ പേടിയാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്തരമൊക്കെ സിനിമയൊക്കെ ഭയപ്പെടുന്ന തരം അത്രയും എന്താ പറയുക സങ്കുചിതമായി ചിന്തിക്കുന്ന അവർ നമുക്ക് സഹതാപം തോന്നുന്ന ഏതോ കുറച്ച് മനുഷ്യരാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. മനുഷ്യർ പറഞ്ഞാൽ അത് ഏതെങ്കിലും പുരുഷന്മാരായിരിക്കും എടുത്തിരിക്കുന്നത്. കാരണം ഇതിനെയൊക്കെ പേടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മതങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്നും മുസ്ലിം മത സംഘടനകൾ മറ്റ് പലയിടത്തുനിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ അവഗണിക്കുകയാണെന്ന് ജനം. ഒരു കാര്യം അദ്ദേഹം തീർത്തു പറയുന്നുണ്ട്, ഒരിക്കലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമോ വിദ്യാർത്ഥി യൂണിയനോ എടുത്ത തീരുമാനമല്ല. അതിനു പിന്നിൽ മറ്റു പല ശക്തികളും ഉണ്ടാകാം, കോളേജ് മാനേജ്മെന്റ് ആകാം. അവർക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംവിധായകന്റെ തീരുമാനം. ജിയോ ബേബിക്കെതിരെ PK നവാസ് രംഗത്തെത്തി. ജിയോ ബേബിക്ക് പറയാനുള്ള അവകാശം പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കേൾക്കേണ്ടെന്ന് തീരുമാനിക്കാനും അവകാശമുണ്ടെന്ന് PK നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. തടയുമെന്നോ തടുക്കുമെന്നോ പറയാൻ അനുവദിക്കില്ലെന്നോ വിദ്യാർത്ഥികൾ പറഞ്ഞില്ല. ജിയോ ബേബിയുടെ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം ജിയോ ബേബിക്ക് പിന്തുണയുമായി SFI രംഗത്ത് വന്നു. ഇടവേളയിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾക്ക് malayalam.news18.com സന്ദർശിക്കുക. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP MPമാർ രാജിവെച്ചു. BJPയുടെ 10 MPമാരാണ് ഇന്ന് രാജിവെച്ചത്. തെരഞ്ഞെടുപ്പിൽ BJPയുടെ 12 MPമാരാണ് MLAമാരായി വിജയിച്ചത്. രാജിവെച്ചവരിൽ കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്ര സിംഗ് തോമർ, പ്രഹ്ലാദ് സിംഗ് പട്ടേൽ എന്നിവരുമുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രി രേണുക സിംഗ്, മഹന്ത് ബാലകാന്ത് എന്നിവർ രാജിവെച്ചിട്ടില്ല. ഇവരും വൈകാതെ തന്നെ രാജിവെക്കും. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ രാജിവെച്ച സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിസഭയിൽ വൈകാതെ അഴിച്ചുപണിയുണ്ടാകുമെന്നാണ് വിവരം. മിസോറാമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച നടക്കും. സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് നേതാവ് ലാൽ ദുഹോമ മുഖ്യമന്ത്രിയാകും. സൊറാം പീപ്പിൾസ് മൂവ്മെന്റിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചു. ഗവർണറെ പാർട്ടി നേതാക്കൾ രാജ്ഭവനിലെത്തി നേരിട്ട് കണ്ടു. നവംബർ 7 നടന്ന തെരഞ്ഞെടുപ്പിൽ സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് കേവല ഭൂരിപക്ഷം സ്വന്തമാക്കിയിരുന്നു. മിസോറാമിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് കോൺഗ്രസോ MNFO അല്ലാത്ത ഒരു പാർട്ടി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. ഗോമൂത്ര പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച DMK MP സെന്തിൽ കുമാർ. പ്രസ്താവന പാർലമെന്റ് അംഗങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നു. വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും സെന്തിൽ കുമാർ പറഞ്ഞു. രാവിലെ സഭാ സമ്മേളനത്തിന് പിന്നാലെ സെന്തിൽ കുമാർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുള്ള BJP അംഗങ്ങളുടെ പ്രതിഷേധത്തിൽ ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചിരുന്നു. തുടർന്ന് 12 മണിക്ക് സഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോഴാണ് സെന്തിൽ കുമാർ ഖേദം പ്രകടിപ്പിച്ചത്. മഴക്കെടുതി നേരിടാൻ കേന്ദ്രത്തോട് 5000 കോടി രൂപയുടെ ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേന്ദ്ര സംഘം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട് എന്നിവിടങ്ങളിൽ അതിരൂക്ഷമാണ് സാഹചര്യം. പല സബ്വേകളും ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നു. പല റോഡുകളും മുട്ടളവ് വരെ വെള്ളത്തിലാണ്. അതേസമയം മിഗ്ജോൺ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറി. ചുഴലിക്കാറ്റിൽ തെക്കൻ ആന്ധ്രയിലെ തീരദേശ ജില്ലകളിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. സ്കൂൾ കലോത്സവത്തിൽ വീണ്ടും കോഴ ആരോപണം. തിരുവനന്തപുരം കണിയാപുരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനത്തിന് കോഴ ആവശ്യപ്പെട്ടു എന്നാണ് പരാതി. കേരള നടനം, മോഹിനിയാട്ടം വിഭാഗങ്ങളിൽ 50,000 രൂപ കോഴ ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തു വന്നു. നൃത്താധ്യാപകൻ വിഷ്ണു, മേക്കപ്പ് ആർട്ടിസ്റ്റ് ശരത് എന്നിവരാണ് തട്ടിപ്പിന് പിന്നിലെന്ന് ശബ്ദരേഖയിൽ പറയുന്നു. കണിയാപുരം സ്വദേശി സ്മിതശ്രീ എന്ന നൃത്താധ്യാപികയ്ക്ക് ഉപജില്ലാ കലോത്സവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഫോൺ കോൾ കേരള നടനത്തിലും മോഹിനിയാട്ടത്തിലും
50,000 നൽകിയാൽ 1ാം സ്ഥാനവും 25,000 നൽകിയാൽ 2ാം സ്ഥാനവും നൽകാമെന്ന ഉറപ്പ്. ഈ എമൗണ്ട് ഭയങ്കര എമൗണ്ട് അല്ലേ? 50,000 എന്നൊക്കെ പറയുമ്പോഴേ 50-നൊന്നും ആരും സബിലൊക്കെ 50-നൊന്നും ആരും പോകൂല. സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ ആളുകൾ 50-നൊക്കെ പോകുമായിരുന്നു. സ്റ്റേറ്റ് അല്ല, ജില്ല. ജില്ല സ്റ്റാറ്റിൽ പോകാൻ വേണ്ടിട്ട് വേണമെങ്കിൽ 50 കൊടുക്കാം. 25 കൂടുതൽ എനിക്കും താല്പര്യമില്ല. 25 ആണെങ്കിൽ കുഴപ്പമില്ല, കൂടുതലാണ്. അതെ 2.5 ലക്ഷം നൽകി കൊല്ലം സ്വദേശിയായ ശരത് എന്നയാൾ ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ശബ്ദരേഖയിൽ പറയുന്നു. തട്ടിപ്പ് സംഘം ലക്ഷ്യമിടുന്നത് നൃത്താധ്യാപകരെയാണ്. ടീച്ചേഴ്സ് കയറി വരരുത്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നന്നായിട്ട് കയറി വരരുതെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേരാണ് അങ്ങനെ ടാർഗറ്റ് ചെയ്യാനും. അതായത് ഭരതനാട്യം, കുച്ചിപ്പുടി ഇതൊന്നും ഞാൻ കയറി വരരുത്. ഞാൻ കേരള നടനെ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. അപ്പം കേരള നടനം എൻ്റെ കുട്ടികൾക്ക് ഉറപ്പായും പ്രൈസ് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേരള നടനം തന്നെ അവരെ എന്നെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പല കലാരൂപങ്ങൾക്കും ബുക്കിംഗ് പ്രകാരം നേരത്തെ തീരുമാനിച്ച സമ്മാനങ്ങളാണ് ഉപജില്ലാ കലോത്സവത്തിന് നൽകുന്നതെന്നും ഏജന്റുമാർ പറയുന്നു. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവം പുരോഗമിക്കുന്നതിനിടെയാണ് ഉപജില്ലാ കലോത്സവത്തിലെ കോഴ വിവാദം പുറത്തുവരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് തുടർച്ചയായി 4ാം ദിവസവും തീർത്ഥാടക തിരക്ക്. 61,118 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 72,000 പേർ ദർശനം നടത്തി മടങ്ങി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,735 രൂപ, പവന് 45,880 രൂപ. വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000. പ്ലാറ്റിനം ഗ്രാമിന് 3,381 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്നിവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക്, വിശദാംശങ്ങൾക്ക് malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി